بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير. وأشهد أن نبينا محمدا عبد الله ورسوله. اللهم صل وسلم على رسولك وعبدك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ചുരുങ്ങിയ ഒരിടവേളയിൽ പുണ്യമാക്കപ്പെട്ട ഈ ഭൂമിയിലെത്തിപ്പെടാനും അതുപോലെ ബഹുമാന്യരായ ധാരാളം പണ്ഡിതന്മാർ സംസാരിക്കുകയും വന്നു നിൽക്കുകയുമൊക്കെ ചെയ്ത ഈ വേദിയിൽ ഏറെ പ്രിയപ്പെട്ട നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കാൻ ഭാഗ്യം നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സ്ഥിരമായി മുടക്കമില്ലാതെ ക്ലാസുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ പുതിയതായി എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് ഒന്നുകൂടി ഉണർത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക മാത്രമാണ് ഈ സമയത്തിനുള്ളിൽ ഞാൻ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ മനുഷ്യ സമൂഹത്തിന് ചെയ്തു തന്നിട്ടുണ്ട്.
ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ സന്താനങ്ങളെന്ന് പറയുന്നത്. സന്താനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് കുളിർമയാണ്. അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 1000 നാവുകളാണ്. അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടുള്ളത് അൽമാൽ വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. മക്കളും സമ്പത്തും അത് ഭൗതിക ലോകത്തിന്റെ അലങ്കാരമാണ്. പക്ഷേ അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിയിട്ടില്ല, അവസാനിപ്പിച്ചിട്ടില്ല. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അത് രണ്ടും ഭൗതിക ലോകത്തിന്റെ അലങ്കാരമാണ്. എന്നാൽ എന്നെന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, നന്മകൾ, അതാണ് അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും ഉത്തമമായത്, പ്രതീക്ഷയ്ക്ക് വകയുള്ളതും എന്നതാണ്. അപ്പൊ സമ്പത്തും സന്താനങ്ങളും അലങ്കാരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് അലങ്കാരമായി കാണാനും അതൊരു അന്തസ്സായി അഭിമാനമായി പറഞ്ഞു നടക്കാനും വേണ്ടിയല്ല. മിക്കവാറും മനുഷ്യരുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്വഭാവം, മക്കളുടെ പഠിക്കുന്ന കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, അവർ നേടിയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പറയുമ്പോൾ, അവരെത്തിപ്പെട്ടിട്ടുള്ള ജോലിയെക്കുറിച്ച് പറയുമ്പോൾ, അവർ നേടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അവരുണ്ടാക്കിയിട്ടുള്ള വീട് കാണിച്ചു കൊടുക്കുമ്പോൾ, അവർ സ്വന്തമാക്കിയിട്ടുള്ള വാഹനങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അതൊക്കെ എൻ്റെ മകൻ്റെതാണെന്ന് പറയാൻ ഒരു ദുരഭിമാനം എന്ന നിലക്ക് പല മനുഷ്യരും, പല ആളുകളും, പല രക്ഷിതാക്കളും തയ്യാറാവാറുണ്ട്. അതിൽ അഭിമാനിക്കാം, അതിൽ സന്തോഷിക്കാം. പക്ഷെ ദുരഭിമാനമാവരുത്. വിശുദ്ധ ഖുർആൻ സീനത്തായി അതിനെ പരിചയപ്പെടുത്തിയെങ്കിലും മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു തഗാബുനിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ പേരക്കുട്ടികളായ ഹസനും ഹുസൈനും ഒരു വാതിലിലൂടെ കടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ റസൂലുള്ള മിമ്പറിൽ നിന്ന് ഇറങ്ങി ചെന്നുകൊണ്ട് അവരെ വാരി പുണർന്ന് ഉമ്മ വെച്ച് ഒക്കത്ത് വെച്ചുകൊണ്ട് അവരെ മിമ്പറിൽ കൊണ്ടുവന്നിരുത്തി ആദ്യമായി ഓതിക്കൊടുത്ത ഒരു ആയത്ത് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ എന്നല്ല ഓതിയത്, അലങ്കാരമാണ് എന്നല്ല പറഞ്ഞത്. ഇത് ഫിത്നയാണ് കേട്ടോ, അല്ലേ? മക്കൾ, സമ്പത്ത്, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് സൂറത്തു തഗാബുനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, റസൂലുള്ള ഓതിക്കൊടുത്തത്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. സമ്പത്തും സന്താനങ്ങളും അത് പരീക്ഷണമാവാം, ഇഹലോകത്തെ പരീക്ഷണമാവാം, പരലോകത്തും പരീക്ഷണമായി തീരാം, അല്ലേ? മക്കൾ പരീക്ഷണമായി തീർന്ന, നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ, ഒരുപാട് രംഗങ്ങളെ, ഒരുപാട് സാഹചര്യങ്ങളെ നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളിൽ കാണുകയാണ്. മക്കളില്ലാത്ത ഒരാൾക്ക് ഒരുപാട് മാനസികമായ വിഷമം ഉണ്ടായിരിക്കാം, സ്വാഭാവികമാണ്, തീർച്ചയാണത്, അല്ലേ? പക്ഷെ ആ മക്കളില്ലാത്ത ഒരാൾ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ മാനസികമായ ദുഃഖവും വിഷമവും മക്കളെ കൊണ്ട് അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഈ ഭൂലോകത്തുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. മക്കളുടെ കാരണത്താൽ കണ്ണീര് കുടിക്കുന്ന ആളുകൾ, അല്ലേ?
ആലോചിച്ചു നോക്കൂ നിങ്ങൾ. തന്നെ അനുസരിക്കാത്തതിന്റെ പേരിൽ മാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, മാനസികമായി വിഷമിപ്പിക്കുന്ന, അവരുടെ സമ്പത്ത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ അവരെ ശാരീരികമായി പോലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കളെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഫിത്നത്ത് എന്ന കാര്യം അത് പല ആളുകളിലും നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമായി ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. മഹാപാപങ്ങൾ എണ്ണിയിടത്ത് ചില റിവായത്തുകളിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ഏറ്റവും ഗുരുതരമായ പാപമാണ്. അതുപോലെ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പീഡിപ്പിക്കുക, ശാരീരികമായും മാനസികമായും അവരെ പ്രയാസപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക എന്നത് മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള കാരണങ്ങൾ മുഴുവനും മക്കളുടെ മേൽ ചാർത്തിവെക്കാൻ, ആ മക്കളെ മുഴുവനും പഴിചാരിക്കൊണ്ട് മാതാപിതാക്കൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നമുക്ക് പരാതിയുണ്ട്, പല രക്ഷിതാക്കൾക്കും പരാതിയുണ്ട് മക്കളുടെ അനുസരണക്കേടിനെ കുറിച്ച്, മക്കളുടെ ഇത്തരത്തിലുള്ള സഞ്ചാരത്തെക്കുറിച്ച്, അവരുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച്, അവരുടെ ജീവിത രീതിയെക്കുറിച്ച്, അവഗണനയെക്കുറിച്ച്. പക്ഷേ രക്ഷിതാക്കൾ അതിന് കാരണക്കാരായി തീരാൻ ഇടയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. പണ്ഡിതന്മാർ ഇതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് 5-6 കാര്യങ്ങൾ പറയുകയാണ്. എന്താണെന്നറിയോ? ഒന്ന്, മക്കളുടെ വിവരമില്ലായ്മ തന്നെയാണ്, അറിവില്ലായ്മ. മാതാപിതാക്കളെ പീഡിപ്പിക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഗൗരവം അറിയുന്നില്ല. അവരോട് നല്ല നിലക്ക് പെരുമാറുകയും അവരെ സ്നേഹിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു ഇസ്രായിൽ വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനൻ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. സുപരിചിതമായ വചനമാണ്. അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അവനെ അല്ലാതെ ആരാധിക്കരുത് എന്ന്. അതിനുശേഷം പറയുന്നത് മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്നാണ്. അവരിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേർക്കും നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം ബാധിക്കുകയാണെങ്കിൽ ഒരിക്കലും നീ അവരോട് കയർത്ത് സംസാരിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്, അവരോട് മാന്യമായി പെരുമാറണം. നിന്റെ കാരുണ്യത്തിന്റെ, വിനയത്തിന്റെ ചിറകുകൾ അവർക്ക് മീതെ നീ താഴ്ത്തിക്കൊടുക്കണം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവ സ്വഭാവത്തിലാണ് സൂചിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് ഒരുപാട് കാണാൻ കഴിയും. റബ്ബിന്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. റബ്ബിന്റെ കോപം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കോപത്തിലാണ്. ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇത്രയും ഗൗരവവും മഹത്വവും ഈ വിഷയത്തിന് കാണാൻ കഴിയുന്നില്ല മക്കൾക്ക് എന്നതാണ് ഒന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ എടുത്തു പറയുന്നത്. രണ്ടാമത്തത്, മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നത്, മാതാപിതാക്കളോട് അനുസരണ കാണിക്കുന്നത്, മാതാപിതാക്കളെ പരിഗണിക്കാത്തത്, അവരെ അവഗണിക്കുന്നതിന്റെ രണ്ടാമതൊരു കാരണം വളർത്തുന്നിടത്ത് മാതാപിതാക്കൾക്ക് സംഭവിച്ചിട്ടുള്ള പിഴവുകളാണ്. സംസ്കാരത്തോടുകൂടെ, മതബോധത്തോടുകൂടെ, ദീനി നിഷ്ഠയോടുകൂടെ മക്കളെ വളർത്താൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ അറിയാമെങ്കിലും ആ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ മാത്രം അർഹതയില്ലാത്തവരായി മാതാപിതാക്കളെ കുറിച്ച് തോന്നുക, മാതാപിതാക്കളുടെ സ്വഭാവം കണ്ടിട്ട്, അതുപോലെ തന്നെ അവരുടെ ജീവിത രീതി കണ്ട്, അവരുടെ സംസ്കാരമില്ലായ്മ കണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നു. ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരിക്കുമ്പോൾ
ഈ അബ്ദുല്ലാ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ചെറിയ കുട്ടിയുടെ ഉമ്മ അബ്ദുള്ളനെ വിളിച്ചു. അബ്ദുള്ള, ഇങ്ങോട്ടൊന്ന് വരൂ, ഞാനൊരു സാധനം തരാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടു. ഉമ്മാനോട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ മകന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി തന്നെയാണോ വിളിച്ചത്, അതല്ല മോൻ വരണം എന്ന് വിചാരിച്ച് വിളിച്ചതാണോ എന്നാണ്. ആ ഉമ്മ പറഞ്ഞു, ഞാൻ അവനൊരു കാരക്ക, ഒരു ഈത്തപ്പഴം കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്, കൊടുക്കാൻ വേണ്ടി വിളിച്ചത് തന്നെയാണ് എന്നാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരവസ്ഥ. മക്കൾ എന്തെങ്കിലും പറഞ്ഞത് കേൾക്കാൻ വേണ്ടി ഇന്നത് തരാം, ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതത്ര വലിയ ഗൗരവത്തോടു കൂടെയോ വേണ്ടത്ര വില കൽപ്പിക്കുന്ന വിധത്തിലോ അല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? കുട്ടികളോട് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടത് നിറവേറ്റുന്നുണ്ടോ ഇല്ലേ, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മയോട് ചോദിക്കുകയാണ്, എന്തിനാണ്, നിങ്ങൾ കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണോ എന്ന്. ഉമ്മ പറഞ്ഞു, അതെ, ഞാൻ കൊടുക്കാൻ വേണ്ടി വിളിച്ചത് തന്നെയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇല്ലം തുഅതിഹി ശൈഉൻ, നിങ്ങൾ അവനൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതൊരു കളവായി രേഖപ്പെടുത്തുമെന്നാണ്. ഒരു കളവായി രേഖപ്പെടുത്തും. നമുക്കറിയാവുന്ന ചരിത്രമാണത്, അല്ലേ? ഉമ്മ ഒരു കളവ് പറഞ്ഞതായി മകൻ അവന്റെ മനോമുകുരങ്ങളിൽ അവൻ രേഖപ്പെടുത്തി വെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ രേഖയിലും അത് രേഖപ്പെടുത്തുന്നു, ഉമ്മ കളവ് പറഞ്ഞു. അപ്പൊ കളവ് പറയുന്നത് അത്ര വലിയ പ്രശ്നമല്ല എന്ന് മക്കൾ ധരിക്കാൻ കാരണമാവുകയാണ്. മക്കളോട് കളവ് പറയരുത് എന്ന് പറയുകയും ജീവിതത്തിൽ നിസ്സാരവും ഗൗരവവുമായ എല്ലാ സാഹചര്യങ്ങളും മക്കളോട് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളെ കാണുകയും ചെയ്യുമ്പോൾ മക്കൾക്കൊരിക്കലും ആ ഒരു സ്വഭാവം, നല്ല ഒരു സ്വഭാവം അവരിൽ ഉണ്ടാവുകയില്ല എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ രണ്ടാമത്തെ കാരണം പറയുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ അറിയാമെങ്കിലും അതിനു മാത്രം അർഹതയില്ല എൻ്റെ മാതാപിതാക്കൾക്ക് എന്ന് മക്കൾ ആക്കിപ്പോകാനുള്ള കാരണം എന്താ? ആ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംസ്കാരശൂന്യമായ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും, ഇതുപോലെ തിന്മ നീ കാണരുത്, തിന്മ ചെയ്യരുത് എന്ന് പറയുന്ന മാതാപിതാക്കൾ ആ തിന്മ പല സാഹചര്യങ്ങളിലും ചെയ്യുന്നതായി കാണുമ്പോൾ, ഇന്ന ആളുമായി നീ കൂട്ടുകൂടരുത് എന്ന് മക്കളോട് ഉപദേശിക്കുമ്പോൾ, വളരെ മോശമായ നാട്ടിലൂടെ കള്ളുകുടിച്ച് നടക്കുന്ന തെമ്മാടിയായ മനുഷ്യന്റെ കൂടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് കൂട്ടുകൂടി നടക്കുന്നത് കാണുമ്പോൾ ആ ഉപദേശങ്ങളിൽ മക്കൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് പ്രിയമുള്ളവരെ മക്കൾ മാതാപിതാക്കളെ അവഗണിക്കാനുള്ള ഒരു കാരണമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു കാരണം മക്കൾക്കിടയിൽ വിവേചനം കൽപ്പിക്കുന്നതാണ്. മക്കൾക്കിടയിൽ വിവേചനം കൽപ്പിക്കുന്നത് മക്കളുടെ മാതാപിതാക്കളുടെ ബഹുമാനവും മാതാപിതാക്കളോടുള്ള സ്നേഹവും നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരും. സ്വാഭാവികമാണ്. ഈ ഒരു മകനോടോ അല്ലെങ്കിൽ ഒരു മകളോടോ പ്രത്യേകമായ സ്നേഹമോ പ്രത്യേകമായ വിദ്വേഷമോ വെച്ചു പുലർത്തുന്ന, വെറുപ്പോ വെച്ചു പുലർത്തുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ മാതാപിതാക്കളെ സ്നേഹിക്കാൻ, അവരെ പരിഗണിക്കാൻ, അവരെ ബഹുമാനിക്കാൻ ഈ മക്കൾക്ക് സാധിക്കുകയില്ല. അതൊരു കാരണമായി തീരാൻ ഇടയുണ്ട് എന്നാണ്. അതുപോലെ തന്നെ വിവാഹമോചനം പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഉമ്മമാരെ മക്കളുടെ ചെറുപ്രായത്തിൽ അത്ര ഗൗരവപ്പെട്ട വിഷയമൊന്നും ഇല്ലെങ്കിൽ പോലും വിവാഹമോചനം നടത്തുന്നത് അത് മക്കൾക്ക് വാപ്പയോടുള്ള, പിതാവിനോടുള്ള സ്നേഹവും ആദരവും നഷ്ടപ്പെടാൻ കാരണമായി തീരും എന്ന് തീർച്ചയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാരണമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്, നമ്മുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി, മാതാപിതാക്കളുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി മക്കളെ അകറ്റുക, അഥവാ മക്കളെ വിദൂര സ്ഥലങ്ങളിൽ, ഹോസ്റ്റലുകളിൽ കൊണ്ടുപോയി നിർത്തുന്നത് മക്കൾ പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ മാത്രമല്ലാത്ത ചില രക്ഷിതാക്കളുണ്ട്. അതെന്തിനു വേണ്ടി? വാപ്പക്ക് ജോലിക്ക് പോകണം, ഉമ്മാക്ക് ജോലിക്ക് പോകണം, അപ്പൊ മക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോയി സൗകര്യത്തിന് വേണ്ടി ആക്കണം എന്നത് മക്കളുടെ സ്നേഹം നഷ്ടപ്പെടാൻ, മക്കളുടെ ആദരവും ബഹുമാനവും ഭാവിയിൽ നഷ്ടപ്പെടാനുള്ള ഒരു കാരണമായി തീരുമെന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള ചില കാരണങ്ങളൊക്കെ രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ ഒരുപാട് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ മക്കളുടെ വളർച്ചയിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധ അനിവാര്യമാണ്.
ഒരു മകന്റെ നന്മയിലും അവന്റെ തിന്മയിലും തീർച്ചയായും അവന്റെ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട് എന്ന കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞില്ലേ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും നല്ല ശുദ്ധ ഹൃദയത്തോടു കൂടിയാണ് വളരുന്നത്. പിന്നെ അവന്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത്, ക്രിസ്ത്യാനിയാക്കുന്നത് എന്ന് പറഞ്ഞ അവന്റെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളിലും വലിയ സ്വാധീനം ഈ മാതാപിതാക്കളുടെ ജീവിത രീതിയിലും പെരുമാറ്റത്തിലും ശൈലിയിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യം ആലോചിച്ചു നോക്കുക, അല്ലേ? നമ്മൾ നന്നായിട്ടുണ്ടെങ്കിൽ, നല്ല സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കളിൽ നിന്ന് കണ്ടുപഠിച്ചതായിരിക്കും. തിന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, തിന്മയുടെ പാതയിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ സ്വഭാവത്തിലും അവരുടെ ജീവിത രീതിയിലും അവരുടെ ഉപദേശങ്ങളിലുമൊക്കെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ മാതാപിതാക്കളുടെ ജീവിത രീതി മക്കളിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യതീം കുട്ടിയെ, അനാഥ കുട്ടിയെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞത് എന്തത്ര വലിയ ഗൗരവത്തോടുകൂടെ, അനാ വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാക്കദ, ഞാനും അനാഥ കുട്ടിയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയാണെന്ന്, ഇത്രയും അടുത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഗൗരവം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് നമ്മൾ. എന്തുകൊണ്ടാ ഇത്ര വലിയ ഗൗരവത്തോടുകൂടെ അക്കാര്യം പറഞ്ഞത്? എന്താണ് അതിന് കാരണം? അനാഥ കുട്ടി എന്ന് പറയുന്നത് അവന് ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണോ? അതുകൊണ്ടല്ല, ഒരിക്കലും ആകാൻ ഇടയില്ല. കാരണം ഒരു രാജകൊട്ടാരത്തിലുള്ള ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടാലും അവൻ അനാഥനാണ്. പക്ഷെ അവന് ഭക്ഷണമുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ഭൗതികമായ വിഭവങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവനെ അനാഥൻ എന്ന് പറയുന്നു? നാഥനില്ലാത്ത ഒരവസ്ഥ, അല്ലേ? പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു പോയാലാണ് ആ കുട്ടിയെ അനാഥൻ എന്ന് പറയുന്നത്. അനാഥൻ, നാഥനില്ലാത്ത ഒരവസ്ഥ. അപ്പോ അത് ഇത്രത്തോളം ഗൗരവത്തോടുകൂടെ പറയാനുള്ള കാരണം, ആ കുട്ടിക്ക് അവന്റെ ചെറുപ്രായത്തിൽ പിതാവ് മരണപ്പെട്ടു പോകുമ്പോൾ അവന്റെ തുണയും അവന്റെ സംരക്ഷണവും അവന് മാർഗനിർദ്ദേശങ്ങൾ കിട്ടാനുള്ള അവസരവും കുറഞ്ഞു പോകുന്നു. ആ സ്ഥാനത്ത് ഒരു പിതാവിനെ പോലെ ആ കുട്ടിയെ സ്നേഹിക്കാനും കുട്ടിയെ നേരായ വഴിയിലൂടെ നടത്താനും പറ്റിയ ആളുകളാണ് യതീമിനെ സംരക്ഷിക്കുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത്രയും മഹത്തരമായ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് ആ വിഷയം അത്രത്തോളം ഗൗരവത്തോടുകൂടെ പറയാനുള്ള കാരണം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? മക്കൾക്ക് വീട്ടിൽ നിന്ന് സ്നേഹം കൊടുക്കാൻ പറ്റണം. സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടുന്ന ഭാഗത്തേക്ക് കുട്ടികൾ പോകും. എവിടെ നിന്നാണോ സ്നേഹം കിട്ടുന്നത് ആ സ്നേഹം അന്വേഷിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പോലും വിലയിരുത്തുന്നുണ്ട്, അല്ലേ? പണം കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടുന്നിടത്ത് നിന്ന് മോഷ്ടിക്കാൻ ശ്രമിക്കും. ആവശ്യമായ പണം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്നിടത്ത് നിന്ന് മോഷ്ടിക്കുന്നത് പോലെ ആവശ്യമായ സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സ്നേഹം കിട്ടുന്നിടത്തേക്ക് മക്കള് ചാഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഏറ്റവും വലിയൊരു മാതൃകയാണ്. മക്കളെയും പേരക്കുട്ടികളെയും സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? തന്റെ പേരക്കുട്ടികളെ ഉമ്മ വെക്കുന്നത് കണ്ടപ്പോ ഒരു അഅറാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എനിക്കൊരുപാട് മക്കളുണ്ട്, എന്റെ മക്കളെയൊന്നും ഞാൻ ഇതുവരെ ഇങ്ങനെ ഉമ്മ വെച്ചിട്ടില്ല, ചുംബിച്ചിട്ടില്ല. റസൂലെ, എന്താ താങ്കൾ ചെയ്യുന്നത്? മോശമായ ഏർപ്പാടാണല്ലോ എന്ന നിലക്ക് സംസാരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? നസഅ മിൻ ഖുലൂബികുമുർ റഹ്മ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ ആ നീരുറവ എടുത്തുമാറ്റിയത് അള്ളാഹു എടുത്തുമാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പൊ കാരുണ്യമുണ്ടോ? ദയയുണ്ടോ? സ്നേഹമുണ്ടോ? ചെറിയ മക്കളെ ഉമ്മ വെക്കുന്നത് അതിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മക്കൾക്ക് വീട്ടിൽ സ്നേഹം കിട്ടണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അല്ലേ? ഈ സ്നേഹം മാതാപിതാക്കളുടെ തിരക്കും ജോലി ഭാരങ്ങളുമൊക്കെ കാരണമായി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ അത് സ്വാധീനിക്കുമെന്നത് ഓരോ രക്ഷിതാവും വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തമമായ മാതൃകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം. റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ജീവിച്ച ചെറിയ അടിമ ബാലനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ അല്ലേ ഒരു അടിമ ബാലനായിരുന്ന ആ സെയ്ദ് ഇബ്നു ഹാരിസ അനാഥനല്ല, പിതാവുണ്ടായിരുന്നു. എങ്ങനെയോ യുദ്ധത്തിൽ വെച്ച് നഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ കുറെ കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ജീവിക്കുമ്പോ ആ പിതാവ് ഒരു ദിവസം തിരിച്ചറിഞ്ഞ് എന്റെ മകൻ മുഹമ്മദിന്റെ കൂടെ ജീവിക്കുന്നുണ്ട്, താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ആ മകനെ അന്വേഷിച്ചു വന്നു സെയ്ദ് ഇബ്നു ഹാരിസയുടെ പിതാവ്. ആ പിതാവ് വന്നുകൊണ്ട് മകനോട് ചോദിക്കുകയാണ്, മോനെ എന്റെ കൂടെ പോരണം എന്ന്. എന്നാൽ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പോകാൻ സമ്മതിക്കുന്നില്ല. പ്രിയമുള്ളവരെ, സ്വന്തം പിതാവിന്റെ കൂടെ പോകാൻ അദ്ദേഹം അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ തങ്ങുകയാണ്, റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. പിതാവിനെ ഒഴിവാക്കിക്കൊണ്ട് എവിടെ നിന്നോ പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കാൻ. കണ്ടോ നിങ്ങൾ, ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ മുശ്രിക്കുകളായ ആളുകളൊക്കെ, പല ആളുകളും ഈ സെയ്ദ് ഇബ്നു ഹാരിസയെ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് പോലും വിളിച്ചു തുടങ്ങി അല്ലേ? സെയ്ദ് ഇബ്നു മുഹമ്മദ്, മുഹമ്മദിന്റെ മകനായ സെയ്ദ് എന്ന് വിളിച്ചപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ ഈ അഹ്സാബിലെ 5-ാമത്തെ വചനം ഇറങ്ങിയത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചു. ഉദഊഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്. നിങ്ങൾ അവരുടെ പിതാവിലേക്ക് ചേർത്ത് വിളിക്കണം. മുഹമ്മദിന്റെ മകൻ സെയ്ദ് അല്ല, ഹാരിസയുടെ മകൻ സെയ്ദ് തന്നെയാണ്. പിതാവിലേക്ക് ചേർത്ത് വിളിക്കണം എന്ന് വിശ്വാസികളെയും അല്ലാത്തവരെയും ഒക്കെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ് അക്കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ സ്നേഹം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് റസൂലിന്റെ കൂടെ തന്നെ താമസിക്കാൻ സെയ്ദ് ഇബ്നു ഹാരിസ തയ്യാറായത് എന്നതാണ്. അപ്പോ മക്കൾക്ക് ആവശ്യമായ സ്നേഹം വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കാൻ, എങ്കിലേ ആ വീട് മക്കൾക്ക് പ്രിയപ്പെട്ടതായി തോന്നണം. അങ്ങാടിയും കടത്തിണ്ണകളും അത് അവിടെയാണ് സ്നേഹവും അവിടെയാണ് മക്കൾക്ക് ഇഷ്ടവുമെങ്കിൽ വീട്ടിൽ നിന്ന് ആവശ്യമായത് കിട്ടുന്നില്ല എന്നാണ്. മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ പോലും ഉമ്മമാര് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം കഴിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹം കുറയുന്നതാണ് അല്ലേ? ബ്രെഡും ജാമും നൂഡിൽസും മാത്രം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഉമ്മയുടെ കൈകൊണ്ട് പാകം ചെയ്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മക്കൾ കഴിക്കണം. മക്കൾക്ക് മാതാപിതാക്കളോട്, ഉമ്മയോട് പ്രത്യേകിച്ച് സ്നേഹമുണ്ടാവാനെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അത് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടിൽ നിന്ന് മക്കൾക്ക് സ്നേഹം കിട്ടണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് കിട്ടുന്നിടത്തേക്ക് കുട്ടികൾ പോകും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഉപദേശങ്ങൾ ശല്യമായി തീരാൻ പാടില്ല. ഗുണദോഷിക്കാം, അവരെ ആവശ്യത്തിന് ശാസിക്കാം, ഉപദേശിക്കാം. പക്ഷെ ഉപദേശങ്ങൾ തന്നെ എപ്പോഴും ഉപദേശങ്ങൾ, ഒരുപക്ഷെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ആ നല്ല കാര്യങ്ങളൊന്നും കാണാതെ അവരങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഉപദേശങ്ങൾ മക്കൾക്കൊരിക്കലും ശല്യമായി കൂടാ അല്ലേ? എന്തിനാണ് അവനെ ശിക്ഷിച്ചത്, എന്തിനാണ് അവനെ ശാസിക്കുന്നത് എന്ന് അവന് ബോധ്യമാവണം. വെറുതെ ശിക്ഷിക്കുകയാണ്, വെറുതെ അടിക്കുകയാണ്, വെറുതെ ചീത്ത പറയുകയാണ്, എന്തിനാണ്, അത് ഗൗരവപ്പെട്ട കാര്യമാണ് എന്ന് മക്കളെ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾ മാത്രമായിരിക്കണം ഈ രക്ഷിതാക്കൾ മക്കളോട് ഉപദേശിക്കുന്നത് എന്നത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മക്കളുടെ പ്രായം അറിഞ്ഞുകൊണ്ട് അവരോട് പെരുമാറാൻ കഴിയണം അല്ലേ? മക്കൾ വളരുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ചില രക്ഷിതാക്കളെ സംബന്ധിച്ച് എപ്പോഴും അവർ കുട്ടികളാണ് അല്ലെ, അവർ ചെറിയവരാണ് എന്നൊരു തോന്നലും സംസാരവും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവരുടെ പ്രായം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രായത്തിന് അനുസൃതമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അവർക്ക് നൽകാൻ കഴിയണം എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും മക്കൾ ചെറുതാണ് എന്ന തോന്നല. എന്നാൽ മക്കളുടെ ധാരണ എന്താ? ഞങ്ങൾ എപ്പോഴും വലിയവരാണെന്നാണ്. ഞങ്ങൾ എപ്പോഴും വലിയവരാ. ചെറിയ 2 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും വീടിന്റെ ഉമ്മറത്ത് ഊരി കിടക്കുന്ന ചെരുപ്പുകളിൽ ഏറ്റവും വലിയ ചെരുപ്പിടാനാ നോക്കുക. കുട്ടിയുടെ വിചാരം എന്താ? ഞാൻ വലിയ ആളാണെന്നാണ്.
അല്ലേ? എന്നാ രക്ഷിതാക്കളുടെ തോന്നലോ 10 വയസ്സായാലും 12 വയസ്സായാലും ഒക്കെ അവൻ കുട്ടിയാണ് എന്ന നിലക്കാണ്. ചെറിയ പെൺകുട്ടികൾക്ക് 10ഉം 12ഉം ഒക്കെ വയസ്സുള്ള പെൺകുട്ടികൾക്ക് ജീൻസിന്റെ പാൻറ് ഇട്ട് കൊടുക്കുകയും കയ്യില്ലാത്ത കുപ്പായം വാങ്ങി കൊടുക്കുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കൾ പറയുന്നത് എന്താ? അവര് കുട്ടികളാണെന്നാണ്. ആൺകുട്ടികൾക്ക് മോതിരട്ട് കൊടുക്കുമ്പോൾ പറയുന്നത് എന്താ? സ്വർണ്ണമോതിരം. അവര് കുട്ടികളാണെന്നാണ്. എന്നാ കുട്ടികളുടെ ധാരണ എന്താ? ഞങ്ങൾ വലിയ ആൾക്കാരാണെന്നാണ്, അല്ലേ? ഇപ്പൊ നാട്ടിലൊക്കെ അവധിക്കാല പഠന ക്ലാസ്സുകൾ നടക്കുക. ഹൈസ്കൂളുകളിലെയും +2-ലെയും കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് ആരാന്നറിയോ? അവിടെ വരുന്നത് 7ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള കുട്ടികൾ. +2-ലെ കുട്ടികളെ നിർബന്ധിച്ച് വിളിച്ചാൽ ഒരു ദിവസമൊക്കെ വന്നിരുന്നിട്ട് അവർ പിന്നെ പോവും. അവരെ വിചാരം ഞങ്ങൾ വലിയ കോളേജിലാണ് പഠിക്കുന്നതെന്നാണ്, അല്ലേ? ആ കോളേജ് വിദ്യാർത്ഥികളാണെന്ന ധാരണയിലാണ് ഇപ്പോഴത്തെ ചെറിയ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പോലും. അപ്പൊ ഞാൻ പറഞ്ഞത്, കുട്ടികളുടെ വിചാരം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. രക്ഷിതാക്കൾ വിചാരിക്കുന്ന അവരിപ്പോഴും കുട്ടികളാണ്. പിന്നെ എപ്പോഴാ അവര് കുട്ടികളല്ലാതെ മനസ്സിലാക്കുക? 10 വയസ്സുള്ള കുട്ടി ഒരു 40 വയസ്സുള്ള ഒരു മനുഷ്യന്റെ തിന്മ ചെയ്തു എന്ന് നാട്ടുകാരെങ്കിലും വന്നുകൊണ്ട് വാപ്പാനോട് പറയുമ്പോ അവൾ കുട്ടിയായിരുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ അവൻ കുട്ടിയായിരുന്നില്ല എന്ന് രക്ഷിതാവിന് ബോധ്യം വരുന്നത് അപ്പോഴാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ശീലിപ്പിക്കണം മക്കളെ എന്ന് പറഞ്ഞ പ്രായം എത്രേ? 7ാം വയസ്സ്. 7ാമത്തെ വയസ്സിൽ നമസ്കാരം ശീലിപ്പിക്കണം എന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച പ്രായം എത്രേ? രക്ഷിതാക്കൾ പറയൂ 7ാമത്തെ വയസ്സിലാണെന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഇസ്ലാം സ്വീകരിച്ച പ്രായം. മക്കളെ നമസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രായം എത്രേ? 10ാം വയസ്സാ, അല്ലേ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള പിന്നിൽ ഒട്ടകപ്പുറത്ത് പിന്നിലിരുത്തിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കൊടുക്കുന്ന മഹത്തായ ഉപദേശമുണ്ട്. എത്രയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എന്നറിയോ? 13 വയസ്സാ. 13 വയസ്സ്. ആ ഉപദേശം ഇങ്ങനെ കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. കടിച്ചാ പൊട്ടാത്ത ചില വാചകങ്ങൾ, ചില ആശയങ്ങളാണ് എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെയാണ്. അത്രയും വലിയ മഹത്തരമായ ഉപദേശങ്ങളാ. ആ 13ാം വയസ്സുള്ള മക്കള്, ആ 13ാം വയസ്സും 12ാം വയസ്സുള്ള മക്കൾ ഇങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുമ്പോ നമ്മൾ പറയും, എന്തല്ലേ പ്രായത്തിൽ കവിഞ്ഞ പക്വത എന്നൊക്കെ പറയും. നല്ല പെരുമാറ്റങ്ങൾ ഇങ്ങനെ കാണുമ്പോ. അതുപോലെ തന്നെ വലിയ വലിയ കണക്കുകളൊക്കെ ചെയ്യുമ്പോ അവരെ കുറിച്ച് ഇങ്ങനെ നല്ല സന്തോഷം തോന്നും. എന്നാൽ ഈ ഉറങ്ങാൻ കിടക്കുമ്പോ ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂതു എന്ന പ്രാർത്ഥന മാത്രം പഠിപ്പിച്ച്, ഉണരുമ്പോ ചൊല്ലാനുള്ള പ്രാർത്ഥന അൽഹംദുലില്ലാ എന്ന് മാത്രം പഠിപ്പിച്ച്, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥന മുഴുവൻ പഠിക്കുന്നത് ഏതു പ്രായത്തിലാ മക്കള്? അതുപോലുള്ള കുറച്ചൊക്കെ വലിയ വലിയ പ്രാർത്ഥനകൾ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രായത്രേ. കൊടുക്കാറുണ്ടോ? ആലോചിച്ച് നോക്കൂ. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 13 വയസ്സാകുമ്പോ റസൂലിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശം അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട തഖ്വയെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തെക്കുറിച്ച് അതിമഹത്തരമായ കാര്യങ്ങളാ. അപ്പൊ ഞാൻ പറഞ്ഞത്, മക്കളുടെ പ്രായം കൃത്യമായി അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് മക്കളോട് പെരുമാറാൻ രക്ഷിതാക്കൾക്ക് കഴിയണമെന്നാണ്. അവരുടെ വളർച്ച മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പണത്തിന്റെ വില അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പണത്തിന്റെ വില അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പ്രവാസികളായ നിങ്ങളോട് അക്കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. മക്കള് നാട്ടിലാണ് എന്ന നിലക്ക് അവരോട് അതിരറ്റ സ്നേഹം തോന്നിയതിന്റെ പേരിൽ അവരെന്താണോ ചോദിക്കുന്നത് അവർക്കത് മാതാക്കൾക്ക് ഉമ്മമാർ മുഖേന അത് എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം, അല്ലേ? നമ്മുടെ തൊട്ടടുത്ത അയൽവാസി അവന്റെ ചോരുന്ന കൂര അതൊന്ന് ശരിയാക്കാൻ ആളുകളുടെ മുമ്പിൽ കൈനീട്ടുകയും യാചിച്ചു നടക്കുകയും ചെയ്യുമ്പോ നമ്മുടെ മക്കൾ 15ഉം 16ഉം ഒക്കെ വയസ്സുള്ള, ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത ആ മക്കൾക്ക് വലിയ വിലപിടിപ്പുള്ള ബൈക്കുകളും വലിയ മൊബൈൽ ഫോണുകളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ അവരെ സ്നേഹിക്കുകയാണ് എന്നൊരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. അവരെ സ്നേഹിക്കുകയല്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഈ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ. അപ്പോ പണത്തിന്റെ വില, അല്ലേ? വീട്ടിൽ
നമ്മുടെ വീട്ടിലൊക്കെ നേരം വെളുക്കുമ്പോൾ വരുന്ന യാചകരായ ആളുകൾക്ക് 1 രൂപ ഒഴിവാക്കി അതൊരു 2 രൂപ കയ്യിൽ കൊടുക്കുമ്പോൾ 2 രൂപയുടെ കോയിൻ കൊടുക്കുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ്, അവർക്കൊരു സമാധാനമാണ്, അവർക്കൊരു പുഞ്ചിരി തോന്നും. എന്നാൽ ഒരു 5 രൂപയുടെ കോയിൻ നിലത്ത് വീണ് കഴിഞ്ഞാൽ അതൊന്ന് കുനിഞ്ഞെടുക്കാൻ പോലും നമ്മുടെ മക്കൾക്ക് തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ മക്കൾക്ക് പണത്തോടുള്ള അവരുടെ സമീപനം. ആലോചിച്ചു നോക്കൂ, 100 രൂപയുടെ നോട്ടൊന്നൊരു കുട്ടിയുടെ കയ്യിൽ കൊടുത്താൽ അതിനവന് യാതൊരു വിലയുമില്ല. അതൊക്കെ 500ഉം 1000ഉം ഒക്കെ ആകണം എന്ന നിലക്കുള്ള ഒരു സമീപനമാണ് മക്കളിൽ. അത് രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നതാ. ചോദിക്കുന്നത് മുഴുവനും മകനല്ലേ മകളല്ലേ എന്ന നിലക്ക് അത് നിറവേറ്റിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അവരുടെ വീട്ടിൽ അവർക്ക് സ്നേഹം കൊടുക്കുന്നത് പോലെ വീട്ടിന് പുറത്ത് അവരെവിടെയാണ് എപ്പോഴും അവരുടെ കൂടെ ഒരു ശ്രദ്ധയും കണ്ണും ഉണ്ടായിരിക്കുക എന്നത് നമ്മൾ വിശദീകരിക്കപ്പെടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, അല്ലേ? അവര് കൂട്ടുകൂടുന്നത് ആരോട്? അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എങ്ങോട്ട്? വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം എത്ര? അതൊക്കെ കൃത്യമായി മാതാപിതാക്കളും രക്ഷിതാക്കളും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ മാതൃകകൾ, മക്കളോടുള്ള അവരുടെ സമീപനങ്ങൾ, അവർ മക്കളെ സ്നേഹിച്ചിരുന്ന വിധം എങ്ങനെയാണെന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സീനത്തായിക്കൊണ്ട് മാത്രം മക്കളെ കാണരുത്. സീനത്തായിക്കൊണ്ട് അത് ദുനിയാവിന്റെ അലങ്കാരമാണെന്ന വിശുദ്ധ ഖുർആൻ പറയുന്നത്. പരലോകത്തും അതൊരു അലങ്കാരമായി തീരണം, അല്ലേ? വിശുദ്ധ ഖുർആൻ ചില രക്ഷിതാക്കളുടെ അവസ്ഥ പറഞ്ഞു, ചില മക്കളുടെ അവസ്ഥയെക്കുറിച്ച് സൂറത്തു തഗാബുനിൽ തന്നെ വിശദീകരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും, തീർച്ചയായും നിങ്ങളുടെ ഇണകളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ സന്താനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ പെരുമാറണമെന്നാണ്. നേരത്തെ പറഞ്ഞത് മക്കൾ അലങ്കാരമാണ്, അതിനുശേഷം പറഞ്ഞത് മക്കൾ ഫിത്നത്താണ്, അല്ലേ? അതൊക്കെ മൊത്തത്തിലാ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറഞ്ഞു ഇന്നമിൻ അസ്വാജിക്കും ഔലാദിക്കും അദുവ്വലക്കും, ചില ഇണകൾ, അല്ലേ? ചില മക്കൾ, ചില ആളുകളുടെ മക്കൾ അത് അദുവായി തീരും. അതെവിടെയാണ് അദുവ്? ശത്രുവായി തീരുന്നതാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മൾ പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന, അല്ലേ? ആ മക്കൾ ഒരുപാട് സ്നേഹിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര വിയർപ്പാക്കി നമ്മളിങ്ങനെ അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. പരലോകത്ത് ആ മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് പറയുകയാണ്, എൻ്റെ ഉമ്മാക്ക് കൊടുക്ക്, എൻ്റെ ഉപ്പാക്ക് കൊടുക്ക് പടച്ച തമ്പുരാനെ, എന്നെ അല്ല പിടിച്ച് ശിക്ഷിക്കേണ്ടത് എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ ദുനിയാവിൽ, അല്ലേ? നിങ്ങൾക്ക് മാത്രം പരലോകം നന്നായാൽ മതിയോ? നിങ്ങൾക്ക് സ്വർഗം കിട്ടിയാൽ മതിയോ? നിങ്ങൾ നിസ്കരിച്ച് ഇങ്ങനെ നല്ല മുത്തക്കിയായി ജീവിച്ചാൽ മതിയോ? അല്ല, കുടുംബത്തിന്റെ ബാധ്യത നിങ്ങളുടെ പേരിലാണ്, നിങ്ങളുടെ മേലാണ്. അവർ നിങ്ങളുടെ അമാനത്താണ്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ സ്വയം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ കൂടി നിങ്ങൾ ആ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണം കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലേ? അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ദുനിയാവിൽ ഇങ്ങനെ അവർ നല്ല മക്കളായി നമ്മളെ അനുസരിക്കുന്ന, നല്ല ശമ്പളം വാങ്ങുന്ന, നല്ല ഉദ്യോഗത്തിലിരിക്കുന്ന, നല്ല വീടും നല്ല വാഹനമൊക്കെ വാങ്ങിയിട്ടുള്ള ഒരാളായി ഇങ്ങനെ എനിക്ക് ആരുടെ മകനാന്ന് ചോദിച്ചാൽ അത് എൻ്റെ മകനാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുക മാത്രമാണോ ഒരു രക്ഷിതാവിന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത്? അല്ല, പരലോകത്ത്, അല്ലേ? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അതല്ലേ ഏറ്റവും പ്രധാനം പ്രിയമുള്ളവരെ. എന്ത് മരിച്ചുപോയി ഖബറിലാണെങ്കിലും അതിനുശേഷമുള്ള വിചാരണ വേളയിലാണെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ ദുനിയാവിൽ വിട്ടേച്ചു പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ഒരു രക്ഷിതാവിന്റെ, ഒരു പിതാവിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം, ഒരു മാതാവിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ കൃത്യമായി വിവരിക്കുകയാണ്, സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ മക്കൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഭൗതികമായ ഒരുപാട് മോഹങ്ങൾ പലരുടെയും മനസ്സിലുണ്ട്, അല്ലേ? സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പല്ല,
വിവാഹിതരാകുന്നതിന് മുമ്പ് തന്നെ പല ആളുകളും മക്കൾ എങ്ങനെയാകണം എന്ന് കണക്കൂട്ടുന്ന കാലഘട്ടമാണിത്. എന്നാൽ മഹാന്മാരായ അമ്പിയാക്കളുടെ ചില മാതൃകകൾ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 80 വയസ്സ് വരെ അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്, അല്ലേ? പിന്നീടുണ്ടായ മക്കൾ 80 വയസ്സിന് ശേഷമാണ് ഉണ്ടായിരുന്നത്. അതുവരെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പ്രാർത്ഥന? പടച്ചോനെ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണണം എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ പ്രാർത്ഥിക്കാറെങ്ങനെ? പടച്ചോനെ ഒരു കുഞ്ഞിക്കാല്, അല്ലേ? കുറെ കാലം മക്കളില്ലാത്ത ആളുകളുടെ പ്രാർത്ഥന എന്താ? എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിക്കാല് എന്നതാണ്, അല്ലേ? ഒരു മകൻ, ഒരു മകൾ, ഒരു സന്താനം. ഇതാണ് മാതാപിതാക്കളുടെ ഇന്നത്തെ പ്രാർത്ഥന. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ പ്രായമായിട്ടും സന്താനമില്ലാതിരുന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പടച്ചോനെ, എനിക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നതായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയും വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. പടച്ചോനെ, നിന്റെ ഭാഗത്ത് നിന്ന് ഒരു സന്താനത്തെ തരണം. എങ്ങനെ? ദുർരിയതൻ ത്വയ്യിബ, വിശിഷ്ടമായ, ഉത്തമരായ, എല്ലാ നിലക്കും നല്ല സന്താനങ്ങളെ നൽകണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. സൂറത്തു മറിയമിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഒന്നുകൂടി വിശദമായി പറയുന്നു. വഹനൽ അൽമു മിന്നി വഷ്തഅല റഅസു ശൈബ. പടച്ചോനെ, എന്റെ എല്ലുകൾ ദുർബലമായി പോയി, മുടി നരച്ചുപോയി, എങ്കിലും ഞാൻ ദൗർഭാഗ്യവാനായിട്ടില്ല പടച്ചോനെ. നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എപ്പോഴും എനിക്ക് നീ നൽകിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നതൊക്കെ എന്നാണ്. അതുകൊണ്ട് യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജഅൽഹു റബ്ബി റദിയ. പടച്ചോനെ, എനിക്കൊരു പിൻഗാമിയെ തരണം, പിൻഗാമിയെ തരണം, സന്താനങ്ങളെ തരണമെന്നാണ്. എന്നിട്ട് ആ സന്താനം എങ്ങനെയായിരിക്കണം എന്നുകൂടി അതിന്റെ കൂടെ ചേർക്കുന്നു. വജഅൽഹു റബ്ബി റദിയ, തൃപ്തിപ്പെട്ടവൻ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരു സന്താനത്തെയാണ് നീ നൽകേണ്ടത് പടച്ച തമ്പുരാനെ എന്നാണ് അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആ മക്കൾ എങ്ങനെയാവണം എന്ന് ഭൗതികമായ മോഹങ്ങൾ മാത്രം പോരാ, പരലോകത്തെ ഉപകാരപ്പെടുന്ന മക്കളായി തീരണം. അങ്ങനെയുള്ള സന്താനങ്ങളെ മതി പടച്ചോനെ എനിക്കെന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സന്മനസ്, അങ്ങനെയുള്ള ഒരു തഖ്വ, അല്ലേ? ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ ഉപദേശിക്കുന്ന ഉപദേശം, മകനെ ഉപദേശിക്കുന്നത് സൂറത്തു ലുക്മാൻ വിശദമായി, ഞാനത് മുഴുവനും ഇവിടെ പരാമർശിക്കുന്നില്ല, അല്ലേ? കൃത്യമായി നമുക്കറിയാം ധാരാളം ആയത്തുകളിൽ. ആ സൂറത്തിന്റെ പേര് തന്നെ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലാണ്. ആദ്യമായി പറയുന്നത് ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും മഹത്തരമായ മകനെ, അള്ളാഹുവിൽ നീ പങ്കു ചേർക്കരുത്, ഗുരുതരമായ പാപമാണ് അതെന്നാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയോളം വലിപ്പമുള്ള ഒരു നന്മയായിരുന്നാലും തിന്മയായിരുന്നാലും നീ അത് ചെയ്യുകയാണെങ്കിൽ മോനെ, യഅതി ബിഹല്ലാഹ്, പരലോകത്ത് അള്ളാഹു അത് ഹാജരാക്കുന്നതാണ്, അള്ളാഹു അത് കാണുമെന്നാണ് മക്കളെ ഉപദേശിക്കുക. നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഫോൺ ചെയ്തിട്ട് നാട്ടിലേക്ക് എന്തൊക്കെ മക്കളോട് ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിന് സാധിക്കണം, അല്ലേ? പാറ ഇടുക്കുകളിൽ പോയി, ആകാശത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ, ഭൂമിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി, ആരും അറിയാത്ത ഒരു സ്ഥലത്ത് വെച്ച് നീ ഒരു തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ യഅതി ബിഹല്ലാഹ്, മോനെ അള്ളാഹു അത് അറിയും കേട്ടോ എന്നാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, നമസ്കാരം കൃത്യമായി നീ ശീലിക്കണം, അത് പ്രാവർത്തികമാക്കണം, നന്മ നീ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നിനക്ക് അനുഭവപ്പെട്ടാൽ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് നീ നിന്റെ കവിള് കോട്ടരുത്, അഥവാ
അഹങ്കാരത്തോടുകൂടെ ജനങ്ങളുടെ മുഖത്തേക്ക് നീ നോക്കരുത്, അവരെ സമീപിക്കരുത്. വലാ തംശി ഫിൽ അർളി മറഹ, അഹന്ത കാട്ടി ഭൂമിയിലൂടെ നീ നടക്കരുത്. ഒരിക്കലും ദുരഭിമാനികളെ, അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. വഖ്സിദ് ഫീ മശീക, നടത്തത്തിൽ മിതത്വം പാലിക്കണം. വഗ്ളുളു മിൻ സൗതിക, ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. എത്ര മഹത്തരമായ ഉപദേശങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മകനെ ഉപദേശിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്താനങ്ങൾ ഉണ്ടായി, ആ സന്താനങ്ങൾ പ്രവാചകന്മാരായി, ആ സന്താനങ്ങൾ ആ മാതാപിതാക്കളുടെ കൃത്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോ അല്ലേ, അറുക്കാൻ കൊണ്ടുപോയിട്ട് പോലും അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ എൻ്റെ കഴുത്തിൽ കത്തിവെച്ചോളൂ എന്ന് പിതാവിന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യവും തഖ്വയും ഈമാനും ഭക്തിയുമുള്ള ആ മക്കളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് മരണപ്പെട്ടു പോകുമ്പോൾ കൊടുക്കുന്ന ഉപദേശം, വസിയത്ത് സൂറത്തുൽ ബഖറ പറയുന്നുണ്ട്. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്ന മതമാണിത്, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ ഒരിക്കലും നിങ്ങൾ മരണപ്പെട്ടു പോകരുത്, മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത്. ഇബ്രാഹിം നബി ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ വസിയത്ത് കൊടുക്കുന്നത്. യാക്കൂബ് നബി മക്കളെ ഉപദേശിക്കുന്നതും അതിന്റെ തൊട്ടുശേഷമുള്ള വചനങ്ങളിൽ പറയും, വഇദ് ഹളറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വനഹ്നു ലഹു മുസ്ലിമൂൻ. യാക്കൂബ് നബി മരണപ്പെട്ടപ്പോൾ, മരണ ആസന്നമായ സന്ദർഭത്തിൽ മക്കളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? ഖാലു, അവരെല്ലാവരും പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദൻ. നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും ഒക്കെ ഏതൊരു ദൈവത്തെയാണോ, ഏകനായ അള്ളാഹുവിനെ അല്ല ആരാധിച്ചിരുന്നത്, അവനെ മാത്രമേ ഞങ്ങളും ആരാധിക്കുകയുള്ളൂ. പിതാവേ, നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ മടങ്ങിപ്പോകാം എന്ന് മാതാപിതാക്കളോട് സന്തോഷത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുന്ന മക്കൾ. അതായിരിക്കണം നമ്മുടെ സ്വപ്നം, പ്രിയമുള്ളവരെ. അതായിരിക്കണം നമ്മുടെ ദുനിയാവിലെയും പാരത്രികമായും നമ്മൾ മോഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. നാം ആലോചിച്ചു നോക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 13-ാം വയസ്സിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ റസൂലുള്ളാഹ് പിന്നിലിരുത്തി കൊടുക്കുന്ന ഉപദേശം എന്താ? യാ ഗുലാം, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം മോനെ എന്ന് പറയുകയാണ്. എന്താ? യഹ്ഫദില്ലാ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫദില്ലാ തജിദ്ഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിന്റെ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ നിനക്ക് കാണാൻ പറ്റും. തജിദ്ഹു തുജാഹക്, നിന്റെ ആവശ്യഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാകുന്ന പറഞ്ഞത്. തൗഹീദിന്റെ ഏറ്റവും പ്രാഥമികമായ പാഠങ്ങൾ, അതിമഹത്തരമായ ഉപദേശങ്ങൾ. നീ എന്തെങ്കിലും ചോദിക്കുന്നെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. സഹായം തേടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടായിരിക്കണം നീ സഹായം തേടുന്നത്. വളരെ ഗൗരവപ്പെട്ട മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നീ അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ബിശൈഇൻ ഇല്ലാ മാ കതബഹുല്ലാഹു ലക്. ഈ സമുദായം മുഴുവനും, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ചേർന്ന് നിനക്കൊരു ഉപകാരം ചെയ്തു തരണം എന്നവർ ആഗ്രഹിച്ചു എങ്കിൽ അള്ളാഹു നിനക്കത് ഉപകാരമായി വരണം എന്ന് രേഖപ്പെടുത്തി വെച്ചാലല്ലാതെ നിനക്ക് ഉപകാരപ്പെടുകയില്ല. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിന്റെ നേരെ തിരിഞ്ഞ് നിനക്കൊരു ഉപദ്രവം വരുത്തി വെക്കണമെന്ന് അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു അത് ഇച്ഛിച്ചിട്ടില്ലെങ്കിൽ, ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ അതൊരിക്കലും നിനക്ക് സംഭവിക്കുകയില്ല. ഗൗരവമായ ഉപദേശങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി ഉപദേശിക്കുകയാണ് 13-ാം വയസ്സിൽ. നമുക്ക് തോന്നും, ഈ പ്രായത്തിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണോ ഇത്?
മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ, ഒരു രക്ഷിതാവ്, ഒരു പിതാവ് പരാതിയുമായി വന്ന ചരിത്രം നമുക്കറിയാം. അമീറുൽ മുഅ്മിനീൻ, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, അവൻ ധിക്കാരം കാണിക്കുകയാണ്, എന്നോട് സ്നേഹം കാണിക്കുന്നില്ല, അവൻ എന്നെ അവഗണിക്കുകയാണ്, താങ്കളൊന്ന് പറഞ്ഞു ശരിയാക്കണം, ഞാൻ അവനെ കൂടെ കൊടുത്തിട്ടുണ്ട് എന്നാണ്. എവിടെയാണ് ചോദിച്ചു. മകനെ വിളിച്ചു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മകനെ നല്ലോണം ഉപദേശിച്ചു, ഒരുപാട് ശാസിച്ചു, ശകാരിച്ചു. ഇനി ഒരിക്കലും അവന്റെ പക്കൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പിതാവിന് ഉറപ്പുകൊടുത്തു. അങ്ങനെ മകനോട് പോകാൻ പറഞ്ഞു. ആ മകൻ പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് അമീറുൽ മുഅ്മിനീനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല അമീറുൽ മുഅ്മിനീൻ, ഒരു കാര്യം കൂടി പറഞ്ഞു തരണം. ഇതുവരെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ, അതെല്ലാം ഞാൻ അംഗീകരിച്ചു, അനുസരിക്കുന്നു. പക്ഷെ എൻ്റെ പിതാവിന് എന്നോട് എന്തെങ്കിലും കടപ്പാടും ബാധ്യതയുണ്ടോ, അതും കൂടെ വാപ്പാക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ്. ഓരോ രക്ഷിതാവും ആലോചിക്കേണ്ട നമ്മുടെ നെഞ്ചത്ത് തറക്കുന്ന 2-3 ഉപദേശങ്ങളാണ്. എന്താ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്? പിതാവിന് കടപ്പാടുണ്ട്, വളരെ സുപ്രധാനമായ ബാധ്യതകളുണ്ട്. അതിൽ 3 എണ്ണം. ഒന്ന്, അൻ യൻതഖിയ ഉമ്മഹു, നല്ല ഉമ്മാനെ കൊടുക്കണം. മക്കൾക്ക് നല്ല ഉമ്മയെ കൊടുക്കണം. എപ്പോഴാ നല്ല ഉമ്മാനെ കൊടുക്കുക? മക്കൾ ഉണ്ടായതിനു ശേഷമല്ലല്ലോ, അത് നടക്കൂല അല്ലേ? അപ്പൊ എപ്പോഴാ നല്ല ഉമ്മാനെ കൊടുക്കല്? അത് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അഥവാ നമ്മൾ ഇണയെ തെരഞ്ഞെടുക്കുമ്പോ ഭാവിയിൽ എന്റെ മക്കൾക്ക് മാതാവായി തീരാൻ പറ്റിയതാര്? നല്ല പറമ്പും വലിയ വീടും മുന്നിൽ വലിയ വാഹനങ്ങളും ഒക്കെ നിർത്തിയിട്ട അല്ലേ? അങ്ങനെയല്ല ഇണയെ തെരഞ്ഞെടുക്കേണ്ടത്. റസൂലുള്ളാഹ് വളരെ നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. കുറച്ചൊക്കെ പ്രയാസം ദുനിയാവിൽ സഹിക്കേണ്ടി വന്നാലും ദീനുള്ള, മതബോധമുള്ള, ദീനി നിഷ്ഠയുള്ള ഒരു സ്ത്രീയെയാണ്, ഒരു പെണ്ണിനെയാണ് നീ ഇണയായി, വധുവായി തെരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയാണ് നല്ല മക്കളെ ഉണ്ടാക്കുക, ആ മക്കൾക്ക് നല്ല ഉമ്മയായി തീരണമെന്നാണ്. അപ്പോ നല്ല ഉമ്മയെ തെരഞ്ഞെടുക്കണം. ഇതാണ് ഒന്നാമത്തെ ബാധ്യത. അദ്ദേഹത്തോട് ചോദിച്ചു അല്ലേ, എന്തായിരുന്നു ഉമ്മയുടെ അവസ്ഥ? ഈ കുട്ടിക്ക് ലഭിച്ച ഉമ്മയുടെ അവസ്ഥ ഇതിന് വിപരീതമായിരുന്നു. നമുക്കറിയാം, ഒരു മജൂസിയായ, മറ്റെന്തോ ഭൗതികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം വിവാഹം കഴിച്ച, വധുവാക്കി ഇണയാക്കി കൊണ്ടുവന്ന അഗ്നി ആരാധകരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഉമ്മയാണ് ഈ കുട്ടിക്കുള്ളത്. ഇതുപോലുള്ള മക്കളെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം അല്ലേ? രണ്ടാമത് ഒരു വാപ്പാന്റെ ബാധ്യത ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത് വയുഹ്സിന ഇസ്മഹു, നല്ല പേരിട്ട് കൊടുക്കണം എന്നാണ്. നല്ല പേരിട്ട് കൊടുക്കണം. അത് നിസ്സാരമായി നമ്മൾ കാണരുത്. വാപ്പാന്റെ പേരിന്റെ തുടക്കവും ഉമ്മാന്റെ പേരിന്റെ അവസാനമൊക്കെ കൂട്ടിയിട്ട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുന്നവർക്കത് നല്ല പേരാണെന്ന് തോന്നുന്ന അല്ലേ, നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു പേരാണ് എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില സ്വഹാബത്തിന്റെ പേര് പോലും മാറ്റിയിട്ടുണ്ട്. ഇസ്ലാമികമായ പേര് നന്നാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് ഉത്തരവാദിത്തം, അതിന്റെ ബാധ്യത ഒരു പിതാവിലാണ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ആലോചിക്കണം, ഓരോ രക്ഷിതാവും ഇങ്ങനെ തന്നെയാണോ തൻ്റെ മക്കളോടുള്ള ബാധ്യത നിറവേറ്റിയിട്ടുള്ളത് എന്ന് ആലോചിക്കണം. ഭാവിയിൽ മക്കൾക്കതൊരു പ്രയാസമായി തീരരുത്. എൻ്റെ പേര് എൻ്റെ വാപ്പട്ടത് എന്ന് വാപ്പാനെ ശപിക്കുന്ന ഒരവസ്ഥ പല മക്കളുടെയും കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുണ്ടായിത്തീരരുത്. മൂന്നാമത്തെ ഒരു പിതാവിന്റെ ബാധ്യതയായി അമീറുൽ മുഅ്മിനീൻ ഓർമ്മപ്പെടുത്തിയത് യുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ, അവന് ദീനി ബോധം കൊടുക്കണമെന്ന് തന്നെയാണ്. അഥവാ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. അത് ഉപ്പാന്റെ ബാധ്യതയാണ്. അപ്പോ അത് വിശദീകരിക്കേണ്ടതില്ല. ഈ മകൻ അവസാനമായി ഖലീഫയോട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, എൻ്റെ പിതാവ് ഈ 3 ബാധ്യതകളും നിറവേറ്റിയിട്ടില്ല. വളരെ മോശമായ, ആളുകൾ പരിഹസിക്കുന്ന വിധത്തിലുള്ള ഒരു പേരാണ് ഇട്ട് കൊടുത്തത്. ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പോലും എൻ്റെ പിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പരലോകത്ത് വെച്ച് നമ്മളോട്, ദുനിയാവിൽ ഒരുപക്ഷെ മക്കൾ പറഞ്ഞിട്ടില്ലെന്ന് വരും, എന്നാൽ പരലോകത്ത് വെച്ച് നമ്മുടെ നെഞ്ചത്ത് ചൂണ്ടിയിട്ട് നമ്മുടെ മക്കൾ പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ. അപ്പൊ നല്ല രക്ഷിതാക്കളാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് മാതൃകയുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും.
സ്വാലിഹീങ്ങളുടെ സ്വഹാബത്തിന്റെയും താബിഈകളുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ല മക്കളെ കുറിച്ച് പറഞ്ഞത് അസ്സബിയു അമാനത്തുൻ ഇൻദ വാലിദൈഹി, മക്കൾ മാതാപിതാക്കൾക്ക് അമാനത്താണ്. നമുക്കറിയാവുന്നതാണത്, അമാനത്താണ്. വഖൽബുഹു ത്വാഹിറുൻ ജൗഹറത്തുൻ നഫീസ, അവരുടെ ഹൃദയം എന്ന് പറയുന്നത് അമൂല്യമായ രത്നങ്ങൾ പോലെ ശുദ്ധമാണ്. വഇൻ ഉഫ്വിദൽ ഖൈറ വഉല്ലിമഹു നശഅ അലൈഹി വസഇദ ഫിദ് ദുനിയ വൽ ആഖിറ, അവരുടെ ആ ശുദ്ധമായ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നന്മയാണ് നിങ്ങൾ പാകിയതെങ്കിൽ, നന്മയാണ് നിങ്ങൾ കൃഷി ചെയ്തതെങ്കിൽ അവർക്ക് ഇഹലോകത്തും പരലോകത്തും അവർക്കും നിങ്ങൾക്കും അത് സൗഭാഗ്യമായി തീരും. വഇൻ ഉഫ്വിദ ശർറ വഉഹ്മില ഇഹ്മാലൽ ബഹായിം ശഖിയ വഹലക, ഇമാം ഗസ്സാലി റഹിമഹുല്ല പറയുന്നത് അവരുടെ അശുദ്ധമായ ഹൃദയത്തിൽ നിങ്ങൾ തിന്മയാണ് പാകിയിട്ടുള്ളതെങ്കിൽ, അവരെ അവഗണിച്ചുവെങ്കിൽ, അങ്ങേയറ്റത്തെ അവഗണന അവരോട് അവരുടെ വളർച്ചയുടെയും അവരുടെ മതപരമായ കാര്യത്തിലും പാരത്രികമായ വിഷയത്തിലും നിങ്ങൾ കാണിച്ചുവെങ്കിൽ അത് ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ശാപമായിരിക്കും, നഷ്ടമായിരിക്കും, അത് നാശമായിരിക്കും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. വസുയാനതുഹു ബിഅൻ യുഅദ്ദിബഹു വഅൻ യുഹദ്ദിബഹു വയുഅല്ലിമഹു മഹാസിനുൽ അഖ്ലാഖ്, മക്കളെ പരിപാലിക്കുക എന്ന് പറയുന്നത് ഭൗതികമായ വിഭവങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതല്ല. അൻ യുഅദ്ദിബഹു വയുഹദ്ദിബഹു, അവരെ സംസ്കരിക്കുകയും അവരെ മര്യാദ പഠിപ്പിക്കുകയും അവർക്ക് മതബോധം നൽകുകയും സൽസ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് മഹാനായ ഇമാം റഹിമഹുല്ല പറയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യവും അവസാനവുമായി പറയാനുള്ളത്, നാം മരണപ്പെട്ടു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ചാൽ പോലും അല്ലേ, ഖബറിൽ കിടക്കുമ്പോൾ പോലും നമുക്ക് പുണ്യങ്ങൾ, പ്രതിഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങൾ. ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ 3 കാര്യങ്ങൾ മരണത്തിന് ശേഷവും അവന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിഫലങ്ങൾ. ഏതാ 3 കാര്യങ്ങൾ? സദഖത്തുൻ ജാരിയ, ഇൽമുൻ യുൻതഫഉ ബിഹി, വിശദീകരിക്കുന്നില്ല. മൂന്നാമത് പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, മരിച്ചതിന് ശേഷം എൻ്റെ മാതാപിതാക്കൾ എന്ന് ഓർക്കുകയും 1-2 ആഴ്ചയല്ല, അല്ലെങ്കിൽ 1 മാസമോ 1 വർഷമോ അല്ല, കാലാകാലം ദുനിയാവിൽ തന്റെ ജീവിതം ഉള്ളിടത്തോളം കാലം ഓരോ വക്ത് നമസ്കാരത്തിന് ശേഷവും മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുകയും ആ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ പടച്ചതമ്പുരാനെ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതാണ് ദുനിയാവിലെയും പരലോകത്തിലെയും ഏറ്റവും വലിയ സൗഭാഗ്യം. അതാണ് ഏറ്റവും മഹത്തരമായ ഭാഗ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. വിശ്വാസികളായ ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനകൾ പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വിശ്വാസികളായ അല്ലാഹുവിന്റെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ അടിമകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും സദാസമയവും. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ നൽകണമേ പടച്ചതമ്പുരാനെ. ഖുർറത അയുനിൻ, കൺകുളിർമ നൽകണമേ, സന്തോഷം നൽകണമേ, സമാധാനം നൽകണമേ, സംതൃപ്തി നൽകണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മാത്രവുമല്ല ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളെയും തന്നെ മുത്തഖീങ്ങളായ ആളുകൾ ആക്കണം എന്നല്ല, മുത്തഖീങ്ങളായ ആളുകൾക്ക് മുന്നിൽ നിൽക്കുന്ന, മുന്നിൽ നടക്കുന്ന മാതൃകകളാക്കി മാറ്റണം പടച്ചതമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം അള്ളാഹു അറിയുന്നതാണ്. അതുകൊണ്ട് സദാസമയവും നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സന്താനങ്ങളും നല്ല രക്ഷിതാക്കളും നല്ല മാതാപിതാക്കളും ആയി കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ നല്ല സുഖസുന്ദരമായ ദീനീബോധമുള്ള നല്ല സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന
ദീനിയായ ചുറ്റുപാടും അന്തരീക്ഷവും നിലനിർത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള വന്നുപോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഈ പ്രദേശത്തുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിച്ച് അവർക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ സംതൃപ്തിയും പരലോകത്ത് സ്വർഗവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുക്കൾ, അയൽവാസികൾ, ഗുരുനാഥന്മാർ, പ്രസ്ഥാന നേതാക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, എല്ലാ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. السلام عليكم.